എൻ കണ്ണേ കാതലേ. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. മിസ്റ്റർ അംബുജാക്ഷൻ, ഞാനിവന്റെ അപ്പനാ, ജേക്കബ് തരകൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏയ്, എനിക്ക് ഒന്നുമേ കേൾക്കവേനാ ജേക്കബ്. എനിക്ക് ഉങ്ങളെ തെരിയാതെ, ഉങ്ങളുടെ പുള്ളയെയും തെരിയാതെ, അയാൾ എടുത്തടിച്ച പോലെ പറഞ്ഞതേ. അയ്യോ അങ്കിൾ, അങ്കിളിനെ തന്നെ മനസ്സിലായില്ലേ? ഞാൻ ഈതൻ. 2 ദിവസം മുന്നേ പാറുവിനെയും കെട്ടി ഇങ്ങോട്ട് വന്നില്ലേ? അവൻ തന്നെ, ആ ക്രിസ്ത്യാനി ചെക്കൻ, നസ്രാണി ചെക്കൻ. കുറച്ചുറക്കെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് എയ്തനയാട് മുന്നിലേക്ക് ചിരിയോടെ കയറി നിന്നു. തന്നെ മനഃപൂർവ്വം പരിഹസിച്ചുകൊണ്ടുള്ള അവന്റെ ചിരി കണ്ട് അമ്പിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഏയ്, മര്യാദയാ പേസിട്. ഓനക്കും എനക്കും തമ്മിലൊരു സംബന്ധവും കിടയാതെ. പാറുയ മകളല്ലേ? എന്നെ തപ്പിച്ച് ഈ വീട് വിട്ട് ഒരു അന്യമാത്തിപ്പെട്ടവന്റെ കൂടെ അവൾ എന്ന് ഇറങ്ങിപ്പോയോ അന്ന് ഉള്ളിൽ അവൾ സത്തുപോച്ച്. അബി, എന്നെ പേസിറേ കിഴച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നിർത്തിയതേ. പാട്ടി ദേഷ്യപ്പെട്ട അയാളുടെ കൈകിട്ടൊന്ന് കൊടുത്തതേ. സുമ്മാരി അമ്മ, ഞാൻ പേസുന്നത് എന്നാന്ന് എനിക്ക് നല്ലാവേ തെരിയും. നമ്മളെല്ലാം തപ്പിച്ചിരുന്ന കുടുംബത്തെ മുഴുവൻ അപമാനപ്പെടുത്തിയവളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയാതെ. മിസ്റ്റർ അംബുജാക്ഷൻ, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ. ഞങ്ങൾ പറയുന്നത് കേൾക്കാനെങ്കിൽ നിങ്ങൾ മനസ്സ് കാണിക്കണം. യെസ് അങ്കിൾ, ഈ വാശി മാറ്റി വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. പാറു ഇതിനൊരു തെറ്റും ചെയ്തിട്ടില്ല. ദാറ്റ് വാസ് ആൻ ആക്സിഡന്റൽ മാരേജ്. സോ പ്ലീസ്. വർഗീസ് പറഞ്ഞത് തുടർച്ചയായി അലക്സ് മുന്നിലേക്കൊന്ന് പറഞ്ഞതും അയാളുടെ കണ്ണുകൾ വീണ്ടും ചുരുങ്ങി. അലക്സിനെ എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ അയാൾ അവനൊന്നുകൂടെ ചുഴിഞ്ഞു നോക്കി. നീങ്ക അലക്സ് ആര് താനേ? പാറുവിന്റെ കോളേജ് ട്യൂട്ടർ. സംശയത്തോടെ അയാൾ ചോദിച്ച അലക്സ് തലയാട്ടി. അപ്പോ ഇവനുന്നൂടെ? എന്റെ ബ്രദറാണ് അവൻ. അലക്സ് പറഞ്ഞു നിർത്തിയതേ. അമ്മിയുടെ മുഖത്തൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. ഇപ്പൊ ഉങ്ങൾക്ക് വിശ്വാസം അടിച്ചാ അമ്മ. ഇവൻ താൻ എന്താ പൊറുക്കി? ഇവൻ കാരണം താ പാറുവിനെ ഞാൻ ചെന്നൈ കോളേജിലേക്ക് മാറ്റിയത്. അന്ന് അവൾ എന്നോട് ചൊല്ലിയത് ഇവനായിട്ട് ഒരു കണക്ഷൻ ഇല്ലെന്നാണേ. എന്നിട്ട് ഇപ്പൊ പാറ് അവൻ കൂടെ നാം അപമാനപ്പെടുത്തി അവളെ ഇറങ്ങിപ്പോയിട്ടെ. അമ്പി ദേഷ്യത്തോടെ, അതിലുപരി ഒരു പരിഹാസത്തോടെ അയാളുടെ അമ്മയെ നോക്കി പറഞ്ഞതും കാര്യങ്ങൾ കൂടുതൽ വഷളായതോടെ എയ്തൻ തലയിൽ കൈവച്ച് പല്ലടിച്ച് അലക്സിനെ നോക്കി. അപ്പോഴേ പറഞ്ഞ ചേട്ടാ ഇവിടെ വരണ്ടാന്ന്. അതിന് ഞാൻ എന്നാ ചെയ്തു എന്ന രീതിയിൽ അലക്സും തിരിച്ചു നോക്കുമ്പോൾ ജേക്കബും വർഗീസും കോളേജിൽ എന്നാ പ്രശ്നമുണ്ടായി എന്ന പോലെ നിൽപ്പാണ്. എന്നാൽ ഇപ്പോൾ അത് ചോദിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം അല്ലാത്തതുകൊണ്ട് ജേക്കബ് അമ്പിക്ക് നേരെ തന്നെ തിരിഞ്ഞു. മിസ്റ്റർ അംബുജാക്ഷൻ, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവാത്തത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ മക്കളുടെ സന്തോഷം തന്നെയല്ലേ വലുത്. ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച അത്ര തെറ്റായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ വിവാഹം നാരാളറിയ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും ഒരു തെറ്റായി ചിലപ്പോൾ തോന്നില്ല ജേക്കബ്. പക്ഷേ എനിക്ക് അപ്പടിയല്ലേ. ഒരു ക്രിസ്ത്യാനി പയ്യനെ മരുമകനായിട്ട് സ്വീകരിക്കാൻ എന്നാലെ മുടിയാതെ. എന്നോട് മനസ്സതിന് സമ്മതിക്ക മാട്ടേൻ. കല്യാണമോ കളവാണമോ എന്തു വന്നാലും നീങ്ങ നടത്തിക്കൊടു. നാങ്ങളായി ഉങ്ങൾക്കൊരു സംബന്ധവും കിടയാതെ. ദയവ് ചെയ്ത് നീങ്ക വരാതെ. അന്യജാതി എന്നോട് വീട്ടുകുള്ള വരുന്ന പോലെ എനിക്ക് പിടിക്കാതെ. കൈകൂപ്പി പറഞ്ഞു നിർത്തി അവർക്ക് പറയാനൊരു അവസരം കൂടി കൊടുക്കാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാട്ടിയെയും രുക്കുവിനെയും പിടിച്ചു വലിച്ച് അകത്ത് കയറ്റിയാൽ അവർക്ക് മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചു. സമാധാനമായല്ലോ. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അയാൾക്ക് ജാതി മൂത്തേറി ഭ്രാന്താണെന്ന്. ഇപ്പൊ എന്നിട്ട് എന്തായി? ആ വീട്ടിലേക്ക് പോലും നമ്മളെ കയറ്റിയില്ല. രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി വന്നെ വേസ്റ്റ്. പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന മുണ്ട് ചുറ്റിക്കൂട്ടി പിടിച്ച് എയ്തൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത് ജേക്കബ് അവനെ തലയുർത്തി നോക്കി ചുണ്ടുകൂട്ടി. നീ കാണിച്ച തമ്മാടിത്തരങ്ങൾക്ക് അയാൾ ഇത്രയല്ലേ പറഞ്ഞെന്നോർത്ത് സമാധാനിക്ക്. ഞാനിതിൽ കൂടുതൽ പ്രതീക്ഷിച്ചതാ. എന്തൊക്കെ പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തൊരു വാക്കിങ്ങിയുടെ വായിൽ നിന്ന് ജേക്കബിനെ നോക്കി പിറിവിർത്താൻ വണ്ടിയെടുത്തു. അഗ്രാരം കഴിഞ്ഞ് വണ്ടി തിരിക്കാൻ തുടങ്ങിയതേ മുന്നിലേക്ക് ഓടിപ്പാഞ്ഞു വന്ന പാട്ടിയമ്മയെ കണ്ട് ഞൊടിയിടയിൽ എയ്തൻ ബ്രേക്ക് പിടിച്ചതും എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. എന്റെ ഈശോയെ, ഇത് പാറുവിന്റെ വല്യമ്മച്ചല്ലേടാ? ആൾ കാഞ്ഞുപോയോ? ബോണറ്റിൽ കൈയമർത്തി നിൽക്കുന്ന പാട്ടിയെ കണ്ട് അലക്സ് നെഞ്ചിൽ കൈവച്ചു. ഏയ്, കാഞ്ഞൊന്നും പോയിട്ടില്ല, ശ്വാസമുണ്ട്. എയ്തൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞതേ. ഒന്നും മിണ്ടാതിരിയടാ, ഇറങ്ങാങ്ങോട്ട്. പിന്നിൽ നിന്ന് ജേക്കബ് ശബ്ദമുയർത്തതും അവൻ പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി. പുറകെ ബാക്കിയുള്ളവരും. എന്നതാ വല്യമ്മച്ചി ഇത്? ഞാനിപ്പോ ചവിട്ടിയിൽ കാണായിരുന്നു, ഭിത്തിയിൽ പടായിട്ടിരിക്കുന്നത്. പറയിലും ബോണറ്റിൽ ചാരി നിൽക്കുന്നവരൻ പിടിച്ച് നേരെ നിർത്തി പുറത്തുനിന്ന് ഒഴിഞ്ഞു കൊടുത്തു. യാരുടാവൂ വല്യമ്മച്ചി? ഞാൻ പാർക്ക് പാട്ടിതാ. അപ്പടിതാ നീ എന്നെ കൂപ്പിടണം. അമ്മച്ചി ഉമ്മച്ചിന്ന് കൂപ്പിട്ട് വന്നാ ഉന്നെ സുട്ടെ പോട്ടിടും പൊറുക്കി പുരിതാ. ആദ്യത്തെ കിതപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ എയ്തിന് നേരെ അവർ ചീറിയതും അവൻ പെട്ടെന്ന് തലയാട്ടി കാണിച്ചു. കേളവി ടെററായിരുന്നോ? ഇപ്പോഴല്ലേ പിടികിട്ടിയത് അവൾക്ക് ഈ പരട്ട സ്വഭാവം ഇവിടുന്ന കിട്ടിയതെന്ന്. അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി അവർ പറഞ്ഞതേ. അവൻ കുറച്ച് നീങ്ങി നിന്നു. എന്താ ഭയം ഇരിക്കട്ടും. അവന് നോക്കി കണ്ണെന്നുരുട്ടി കാണിച്ച് പാട്ടി ജേക്കബിന് നേരെ തിരിഞ്ഞു. അമ്പി സൊന്നതൊന്നുമേ നീങ്ക ഉള്ളവൊക്കെ കൂടാതെ അവനക്ക് ജാതി മതം എന്നാ പൈത്യം എന്താ?
அப்பா அவனோட தாத்தையோட தனி ரூபம் தான் அம்பி. அது அவன் உங்கள்கிட்ட இந்த மாதிரியெல்லாம் மோசமாய் பேசுறது. அவனுக்கு வேண்டி நான் உங்கள்கிட்ட மன்னிப்பு கேட்குறேன். என் பார்வின் எந்த கஷ்டமும் கொடுக்காது. அவளு ரொம்ப ரொம்ப பாவம். അമ്മച്ചി അല്ല അമ്മ. എഴുതനെ ചീത്ത പറഞ്ഞോർത്ത് ജേക്കബ് പെട്ടെന്ന് നിർത്തി. നീങ്ക എന്നെ ഇത് വേണാലും കൂപ്പിട്ടുക്കോ, അതിലൊന്നും എനിക്ക് പ്രശ്നം കിടയാതെ. അവനെ ഒന്ന് വരട്ടുறதுக்கு தான் ഇവங்கிட்ட நான் அப்படி சொன்னது. കള്ളച്ചിരിയോടെ പാട്ടി പറഞ്ഞു നിർത്തിയത് അവനും ചിരിച്ചു. കള്ളക്കിളവി, വീട്ടിലുള്ള രണ്ടെണ്ണത്തിന് അതേ സ്വഭാവം തന്നെയാ. എഴുതൻ അവരെ കണ്ണുകൂർപ്പിച്ച് നോക്കി. അമ്മച്ചി ഞങ്ങളോട് മാപ്പി ഒതുങ്ങേണ്ട ഒരു ആവശ്യമില്ല. അംബുജാക്ഷന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത്രയ്ക്കും തമ്മാടിത്തരാണല്ലോ ഇവൻ കാണിച്ചു കൂട്ടിയത് എന്ന് കരുതി പാറുവിന് ഞങ്ങൾ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പറയുന്നത് അമ്മച്ചി വിചാരിക്കരുതായിരുന്നു. ഞങ്ങൾ അത്രയ്ക്ക് തരം താഴ്ന്നവരൊന്നുമല്ല. അവൾ എന്ന് എൻ്റെ മകൻ്റെ കെട്ടിയോളായോ അന്നു മുതൽ ഞങ്ങളുടെ മകളുടെ സ്ഥാനത്ത് തന്നെയാണ് പാറു. അവളെ ഒരിക്കലും ഒന്നിന്റെ പേരിൽ ഞങ്ങൾ ക്രൂശിക്കില്ല. ജേക്കബ് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നിർത്തിയതും പാട്ടിയമ്മയുടെ മുഖത്തൊരു ആശ്വാസം തെളിഞ്ഞിരുന്നു. നീങ്ക എന്നെ തപ്പാൻ എനിക്ക് കൂടാതെ പാറുവിനെ നനച്ച് ടെൻഷനായിട്ട് അതാ ഞാൻ അപ്പടി സൊന്നെ. ഇത് പാറുവിൻ്റെ അപ്പാവുടെ തമ്പിയുടെ അഡ്രസ്സ് താൻ. ഇവിടുന്ന് 2 വളവ് തിരിഞ്ഞാൽ പോതും. നീങ്ക അവൻ കിട്ട പോയി പേസണം. അമ്പി മാതിരിയൊന്നും കിടയാതവൻ. ഉങ്കിട്ട് അവൻ മോശമായി എതുവുമേ പേസാത്. എൻ പാറുവിനെ തിരുമണത്തേക്ക് ആരുമേ ഇല്ലാതെ പോവരുത്. വിഷമത്തോടെ കണ്ണുറച്ച് പറയുന്നതിനൊപ്പം കയ്യിലുള്ള അഡ്രസ്സ് എഴുതിയൊരു കടലാസ് കഷ്ണം അവർ ജേക്കബിന് നേരെ നീട്ടി. അമ്മച്ചി ഇങ്ങനെ സങ്കടപ്പെടാതെ. ഞങ്ങൾ അമ്മച്ചി പറഞ്ഞ പാറുവിൻ്റെ ഇളയപ്പൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകാൻ തുടങ്ങിയത്. പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് ഞങ്ങൾ മനസ്സമ്മതം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് അവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് മുന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. അമ്മച്ചിക്ക് വരാൻ പറ്റുവാണെങ്കിൽ എങ്ങനെയായാലും വന്നേക്കണം. ജേക്കബ് അവരുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞതേ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവർ സന്തോഷത്തോടെ തലകുലുക്കി. എല്ലാവരും പാട്ടിയെ നോക്കി വണ്ടിയിലേക്ക് തിരിച്ചു തരാൻ തുടങ്ങിയതേ എയ്തന്റെ കയ്യിൽ പെട്ടെന്നാണ് പാട്ടിയുടെ പിടി വീണത്. നീല്ലടാ ഇங்கே എനിക്ക് ഒങ്കിട്ട പേസണം. ഇത്ര നേരം പേസിയത് പോരായോ? എയ്തൻ കണ്ണുറുക്കി അവരെ നോക്കി. എന്നടാ മുരக்கிறேன். എന്താ ഇത് പുടി ഒരു നമ്പർ ഇതിൽ സേവ് പണിക്കൊടു. ചേരയിൽ ചുറ്റിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് പാട്ടി അവന് നേരെ നീട്ടിയതേ. എന്നാത്തിനാ? എനിക്ക് മിസ് കോൾ ചെയ്ത് കളിക്കാൻ. കേൾക്കാൻ മര്യാദ സേവ് പണി താങ്കടാ. പാട്ടി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞത് അവരെ നോക്കി ഒന്ന് ചുണ്ടൂട്ടി അവൻ നമ്പർ സേവ് ചെയ്ത് കൊടുത്തു. അപ്പടി വരട്ടെ. ആ പോവാതെ രാസ, ഞാൻ ചൊല്ലി മുടിയവേ ഇല്ലേ. കാറിലേക്ക് കയറാൻ തുടങ്ങി അവന്റെ കയ്യിൽ പാട്ടി വീണ് കയറി പിടിച്ചത് എഴുതൻ കണ്ണുമിഴിച്ചവരെ നോക്കി. ഇപ്പൊ ആ മുഖത്തെ വിരട്ടലൊന്നുമില്ല, നല്ലൊരു ചിരിയാണ്. എന്നാ എങ്കിട്ട് നീ കോമായിരിക്കേ? ഞാൻ പേത്തിക്കിട്ട് നീ ഇപ്പടിയെല്ലാം ചെയ്തേക്ക്. ഇവിടെ താൻ സെന്നെ. അതിന് ഞാൻ എന്നാ ചെയ്തെന്നാ പാട്ടി പറയുന്നത്? അവളെ ഞാൻ തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ചൊന്നുമില്ല, ഒരപകടത്തിൽ നിന്ന് രക്ഷിച്ചല്ലേ ഉള്ളൂ. വലിയ കാര്യത്തിൽ അവൻ പറഞ്ഞു നിർത്തിയതും പാട്ടി അവനെ സൂക്ഷിച്ചോ നോക്കി. അത് പിന്നെ രക്ഷിക്കണ സമയം ഒരു അവസരം വീണ് കിട്ടിയപ്പോ എന്നതായാലും അവളെ നല്ല വഴിയൊന്നും കെട്ടാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ പിന്നെ കർത്താവായിട്ടൊരു ചാൻസ് എന്നാ ഞാൻ എങ്ങനെയാ വിട്ടുകളയാൻ പറ്റി? എന്നടാ? അല്ല പാട്ടി. ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ കൈ ബാക്കിലേക്ക് പോയതേ അവന്റെ ചെവിയിൽ പാട്ടിയുടെ പിടി വീണിരുന്നു. പാറു അന്നേ ഉന്നെ പറ്റി ചൊല്ലും പോതും എനിക്ക് തെരിഞ്ഞിരിക്ക് നീ റൊമ്പൊക്കെ ഇല്ലാടിതാന്ന്. പാറു എന്നെ പറ്റി എന്നാ പറഞ്ഞെന്നാ? തലയൊന്നു കുടഞ്ഞ് അവരുടെ കൈ തട്ടി മാറ്റിയ ആകാംക്ഷയോടെ അവൻ പാട്ടിയെ നോക്കി. അവ ഉന്നെ പറ്റി നിറയെ ചൊല്ലിയിരിക്ക്. ആനാ ഇപ്പൊ പേசுறதுக்கு ടൈം കിടയാത്. ഞാൻ ഉന്നെ അപ്പുറം കോൾ ചെയ്യലാം. പുരിഞ്ചിതാ ഇപ്പൊ നീ പോടാ പൊറുക്കി. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവനെ കവിളിലൊന്ന് പിടിച്ച് വലിച്ചു വിട്ടാറ് വേഗത്തിൽ തിരിഞ്ഞിടുന്നതേ. ദേ പാട്ടി, ഞാനും വിളിക്കൂട്ടോ, ഫോൺ എടുക്കണേ. എയ്തൻ വിളിച്ചു പറഞ്ഞതും പാട്ടി അപ്പുറത്ത് കയ്യുയർത്തി കാണിച്ചിരുന്നു. രാത്രി ഒരു 9 മണിയോടെ അടുത്താണ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് പാറോടൊക്കെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിച്ചു. എന്തായടാ പോയിട്ട്? മിന്നിക്കെട്ടിന് കൊച്ചിന്റെ ഇളയപ്പം വരുമെന്ന് പറഞ്ഞോ? ഔസേബ് തന്നെയാണ് ആദ്യം ചാടിക്കയറി ചോദിച്ച്. ഭാഗ്യത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പാറുവിന്റെ അപ്പയുടെ പെരുമാറ്റം എല്ലാം വർഗീസ് നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു. ഒപ്പം അവിടെ അച്ഛൻ്റെ അനിയന്റെ അടുത്തേക്കാണ് പോകുന്നതെന്നും പറഞ്ഞു. പിന്നെ അവിടെ നടന്ന വിവരങ്ങളൊന്നും വിളിച്ചറിയിക്കാൻ പറ്റിയില്ല എന്ന്. അവരടുത്ത ആഴ്ച മനസ്സമ്മതത്തിന്റെ തലയിൽ നിന്ന് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പച്ച. ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജേക്കബ് അകത്തേക്ക് കയറിയതും ബാക്കിയുള്ളവരുടെയും മുഖം തെളിഞ്ഞു. അകത്തേക്ക് കയറിയ ഇതൻ പടിക്കൽ നിൽക്കുന്ന പാറുവിനെ നോക്കിയെങ്കിലും അവൾ വേറെന്തൊക്കെയോ ചിന്തകളിൽപ്പെട്ട പോലെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. അവൻ ചുറ്റുമൊന്ന് നോക്കിയതും പോയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. ഒരു കള്ളച്ചിരിയോടെ മുണ്ടൊന്ന് മടക്കി കുത്തി അവൻ പാറുവിനെ ലക്ഷ്യമാക്കി നീങ്ങി. മുന്നിൽ വന്നിരുന്നവന്റെ പെട്ടെന്നുള്ള ഒച്ചയിൽ പാറു ഞെട്ടിപ്പിടിഞ്ഞ് പുറകോട്ട് ആഞ്ഞുപോയെങ്കിലും അവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പടിയിൽ നിന്ന് താഴേക്ക് എത്തിയില്ല. ഉനക്കെന്നെ പൈത്യം പിടിച്ചിരിക്കാ റാസ്കൽ. അവന്റെ കൈ വിടുവിച്ച് അവൾ സീറിയതേ. പൈത്യം? അത് നിന്റെ അപ്പയില്ലേ, അയാൾക്ക്. അതും വെറും ഭ്രാന്തൊന്നല്ല,
നല്ല അസല് ജാതി ഭ്രാന്ത്. അതും പറഞ്ഞ് അവനകത്തേക്ക് കയറിയത് അവന്റെ പിറകെ പാറുവും പോന്നിരുന്നു. വേറൊന്നുമില്ല, അവളുടെ കൈയും പിടിച്ചാണ് ചെക്കൻ അകത്തേക്ക് കയറിയത്. ഹാളിലൊന്നും ആരുമില്ല, മിക്കവരും എല്ലാവരും റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്നെ ചൊല്ലി എഴുതൻ ചുറ്റൊന്ന് വീക്ഷിച്ച് അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിയതും പാറു അവന്റെ കൂടെ ചെന്നു. എന്നാക്കിയോ പറഞ്ഞു, പകുതിയൊന്നും എനിക്ക് ഓർമ്മയില്ല. ആലസമായി പറഞ്ഞുകൊണ്ട് അവൻ മുഖം തിരിച്ചു. നിങ്ങളെയാണത് ചൊല്ലിടാ, ഉങ്ങൾക്കിട്ട ഒരു മോശമായി ചെയ്തത് സൊന്നിയാ. അവൻ പിടിച്ചിരുന്ന കയ്യിൽ 2 കൈ കൊണ്ട് പിടിച്ച് പാറു എന്ന് ചീണുങ്ങി. അതിനവൻ തലയിരിച്ച് അവളെ നോക്കി. ആകാംക്ഷയോട് അവൻ പറയുന്നതിന് വേണ്ടി കാതോർത്ത് നിൽപ്പാണ്. ഒരു കള്ളച്ചിരിയോട് അവളെയും വലിച്ചവൻ വീണ്ടും മുകളിലേക്ക് കയറി. എയ്തൻ അവന്റെ കയ്യിൽ തന്നെ അവളൊരു നുള്ളു കൊടുത്തതും. എന്നാണ് ഈ കാണിക്കുന്നത്? ഞാൻ പറയാം, ആദ്യം ശ്വാസം ഒന്ന് വിടട്ട മനുഷ്യൻ. കൈയൊന്നൊഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് പടികൾ ഓടിക്കയറിയതേ പാറു അവന്റെ പുറകെ പാഞ്ഞു. അപ്പൊ നിന്റെ അപ്പ പറഞ്ഞു? അയ്യോ, ഞാൻ വണ്ടിന്ന് ഫോൺ എടുത്താവോ? പറഞ്ഞു തുടങ്ങിയില്ല. മുകളിലെത്തിയത് പെട്ടെന്ന് ഓർത്ത പോലെ ചാടിത്തുള്ളി അവൻ താഴേക്ക് ഇറങ്ങിയതും പാറു അവന്റെ വഴി തിരിഞ്ഞു. അവസാന പടി എത്താറായതും പോക്കറ്റിൽ കൈവച്ചവനൊന്ന് തപ്പിത്തിരിഞ്ഞു. എടുത്തിട്ടുണ്ട്. എളിച്ചുകൊണ്ട് പറയില്ല അവൻ വീണ്ടും പടി ഓടിക്കയറി. 2-3 പടി ചാടി ഓടിക്കയറി പോകുന്നവനൊന്ന് കൂർപ്പിച്ച് നോക്കി ധാവണിയും പൊക്കി പിടിച്ച് പാറ് പുറകെയും. അയ്യോ, കാറിന്ന് കീ ഊരിയോ? കിതച്ചുകൊണ്ട് അവൾ മുകളിലെത്തിയതേ അവൻ വീണ്ടും പറയലും തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങിയത് ഒരുമിച്ചായിരുന്നു. എയ്തൻ പാറു പല്ലടിച്ചാണ് വിളിച്ചതും. പിന്നെ കീ എടുക്കണ്ടേ? ഇങ്ങോട്ട് വാടി പാറുമ്പ. നിന്റെ അപ്പ തിരുവായ കൊണ്ട് മൊഴിഞ്ഞതൊക്കെ നിനക്ക് കേൾക്കണ്ടായോ? അവൻ ചിരിയോടെ താഴേക്ക് ഇറങ്ങിയതേ ചവിട്ടി തുള്ളി അവളവർ പിറകെ താഴേക്ക് ഇറങ്ങി. പടിയിറങ്ങി പാറ് മുന്നേ പോയതേ. കൊച്ചി ഇതെങ്ങോട്ടാ പോകുന്ന ഈ രാത്രിയിൽ? മുറിയിൽ നിന്നിറങ്ങി ഒന്ന് ഔസേപ്പ് നെറ്റി വിളിച്ചുകൊണ്ട് അവൾ നോക്കി. അത് താത്ത, വണ്ടിയുടെ കീ എടുക്കാൻ എയ്തൻ അങ്കേ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയതേ അവന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല അവിടെ. കീ അല്ലേ ഈ ഇരിക്കുന്നത്? അപ്പോഴേക്കും ടീപ്പോയിൽ കിടന്ന കീ എടുത്ത് ഔസേപ്പ് പൊക്കി കാണിച്ചതും പാറുവിന്റെ കണ്ണും മൂക്കൊക്കെ ചുവന്ന് കയറി. കുറെ നാള് നിന്റെ പുറകെ നടന്നില്ലടി ഞാൻ. ഒരു ദിവസമെങ്കിലും എന്റെ കൊച്ചി ചായന്റെ പുറകെ ഒന്ന് നടക്ക്. മുകളിൽ നിന്ന് അവളെ നോക്കി എഴുതാൻ ചിരിയോടെ അവന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയുടെ അവിടെ എത്തിയതും അവനും തിരിഞ്ഞു നോക്കിയതേ ധാവണി ശീലെടുപ്പിൽ കുത്തിവെച്ച് പടികയറി ക്ഷീണിച്ചു വരുന്നുണ്ട് പെണ്ണ്. അവളുടെ വരവ് കണ്ട് ചുണ്ട് കഴിച്ചു പിടിച്ചവൻ ഡോറ് തുറന്നു. അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കി അവളും പുറകെ ചെന്നു. എയ്തൻ ഉൻ വേലല്ല ഉൻ കൈ കളിപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറിയതേ മുണ്ടഴിച്ച് ബെഡിലിടുന്നവനെ കണ്ട്. മാനം കെട്ടവനെ, ഞാൻ വരുന്നത് ഇനി പാക്കുവില്ല. പെട്ടെന്ന് കണ്ണും പൊത്തി അവൾ തിരിഞ്ഞു നിന്നു. നീയല്ലേ വരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്രയ്ക്കേ നാണുള്ളൂ. അല്ലെങ്കിലും ഞാൻ തുണിയില്ല എന്നല്ലല്ലോ നിൽക്കുന്നത്. അത്യാവശ്യം തുണിയൊക്കെ മേത്തില്ലേ? ഇതും കൂടി ഇല്ലാതെ കാണേണ്ടവളാ ഈ തിരിഞ്ഞു നിൽക്കുന്നത്. പറയിലിട്ടിരുന്ന ഷർട്ട് കൂടി ഒരു ബെഡിലേക്ക് ഇട്ടു. ദേഷ്യം കൊണ്ട് തുള്ളിക്കണ്ടാണ് അവൾ പറഞ്ഞെങ്കിലും അവളുടെ വർത്താനം കേട്ട് ചുണ്ട് കടിച്ചു പിടിച്ചിരിച്ചുകൊണ്ട് ഷെൽഫിൽ നിന്നൊരു ടവലെടുത്ത് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് അവൻ കയറിയിരുന്നു. പുറകിൽ നിന്ന് അവന്റെ ശബ്ദമൊന്നും കേൾക്കാതെയായപ്പോൾ പാറു തിരിഞ്ഞു നോക്കിയതേ വാഷ്റൂമിലേക്ക് കയറി പോകുന്നവനെ കണ്ട് പെണ്ണിന്റെ കണ്ണ് കൂർത്തു. ഏയ്, എങ്ങടാ പോരുത്? കുളിക്കാം. എന്നാ നീ വരുന്ന കമ്പനിയായി കുളിക്കണം. ഡോറിൽ ചാരി അവൻ കണ്ണിറുക്കി കാണിച്ചു. പാറുവിന്റെ മുഖം ഒന്നുകൂടെ വീർത്തു. അയോഗ്യൻ, വേന ഇപ്പടിപ്പെട്ടവൻ പേച്ചൊക്കെ നിർത്തിക്കോ. മര്യാദ ഉന്മയെ ചൊല്ലിട്. അപ്പൊ എന്നാ சொன்னது? അതല്ലേടി പാറുമായി ചായം പറഞ്ഞ് പറയാന്ന്. ആദ്യം ഈ ചായനൊന്ന് കുളിക്കട്ടെ. യാത്ര കഴിഞ്ഞ് ഒന്ന് കുളിച്ചില്ലെങ്കിലേ എനിക്കൊരു സുഖം ഉണ്ടാവില്ലെന്നേ. അതുകൊണ്ട് എന്റെ കൊച്ചു ഇച്ചാനെയും വെയിറ്റ് ചെയ്തോടെ ഇരുന്ന് നമ്മുടെ റൂമൊക്കെ ഒന്ന് ചുറ്റിക്കാണ്. അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചേച്ചും വരാം. പോയി കളയരുത്, നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാ. നിന്റെ പാർട്ടിയുടെ അപ്പയുടെ ഒക്കെ കാര്യങ്ങൾ നിനക്ക് അറിയണ്ടേ? കുറുമ്പോടെ പറഞ്ഞോടാൻ ബാത്റൂമിലേക്ക് കയറിയതേ പാറു തറയിലിട്ട് 2 ചവിട്ടിയാട്ടി ബെഡിലേക്ക് പോയിരുന്നു. പിന്നെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണെങ്കിലേ എങ്ങോട്ട് കയറി വന്നേക്കിട്ടാ. യു ആർ ഓൾവേസ് വെൽക്കം. ബാത്റൂമിന്റെ വാതിൽ തുറന്നാൻ വിളിച്ചു പറഞ്ഞതേ. വിളിക്കലും ചുറ്റും പരുതി ബെഡിൽ കിടന്ന പിള്ളയെടുത്ത് പാറുവിന് നേർക്കെറിഞ്ഞതും സെക്കൻഡ് ഡോർ വലിച്ചടച്ചിരുന്നു. പല്ലിയടിച്ച് പിറിപിറുത്തുകൊണ്ട് പാറു ബെഡിൽ നിന്ന് എഴുന്നേറ്റു. താത്ത കോൾ ചെയ്തപ്പോ തന്നെ ചൊല്ലിയതാ. அப்போ இவங்கிட்ட மோசமாய் தான் பிஹேவ் செய்தன்னு. ஆனால் அப்போழும் என்கிட்ட தாத்தா முழுசாக எதுவும் சொல்லலை. நான் கவலைப்படி நினச்சா அவங்க எதுவும் பேசாത്തത്. എൻ്റെ വീട്ടിൽ നിന്ന് എഴുതുന്നല്ലാതെ മറ്റാരിൽ നിന്ന് എനിക്കത് தெரியாது. ഓരോന്നും ചിന്തിച്ചുകൂടി പാറു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബാത്റൂമിൽ നിന്ന് പൈപ്പ് തുറന്നതിനൊപ്പം അവന്റെ കാറിച്ചയും ഉയർന്നു. ഏതോ ഒരു ഹിന്ദി പാട്ട് അവൻ പാടുന്നു. സോറി, കൂവുന്നതെന്ന് പാറുവിന് മനസ്സിലായി. കടവുളേ, ഞാൻ കാത് പോയാച്ച്. ചെവി രണ്ടും പൊത്തി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് കുറച്ചു നേരം നിന്നു.
ശബ്ദം കുറച്ച് കുറഞ്ഞെന്ന് തോന്നിയെന്നും പാർവതിയെ കണ്ടതെന്നും ചുറ്റും നോക്കി. അപ്പോഴാണ് അവൾ ആ മുറി ശരിക്കും ശ്രദ്ധിക്കുന്നത് തന്നെ. മീയുടെ മുറിയേക്കാളും കുറച്ചധികം വലുപ്പം കൂടി ഈ മുറിക്ക് നടുവിലായിട്ടാണ് കിങ് സൈസ് ബെഡ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് മുറിയിലെ ഇന്റീരിയർ ഒക്കെ. വാളിൽ പതിപ്പിച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിമുകളിലേക്ക് അവളുടെ കണ്ണുകൾ എത്തിയപ്പോഴേക്കും ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ട് പാറു പെട്ടെന്ന് തിരിഞ്ഞു. തലയും തുവർത്തി തന്റെ നേർക്ക് വരുന്നവനെ കണ്ട് ഒരു നിമിഷം പരിഭ്രമത്തോടെ നീങ്ങിയവൾ ഷെൽഫിൽ പോയി ഇടിച്ചു നിന്നു. ഒരു ഷോർട്സ് മാത്രമാണ് അവന്റെ വേഷം. തുവർത്തി കഴിഞ്ഞ് ടവൽ അടുത്തുള്ള ചെയറിലേക്ക് അലസമായി വലിച്ചെറിഞ്ഞതും അവന്റെ നെഞ്ചിനെ മറച്ചിരുന്ന ആ മറ അവിടെ ഇല്ലാതായി. പാറുവിനെ രണ്ടു വശത്തുമായി കൈകുത്തി അവൻ മുന്നിലേക്ക് ചാഞ്ഞതും പെണ്ണൊന്നുകൂടെ ചുരുണ്ടുകൂടി. എന്നടാ? മുന്നിൽ നിൽക്കുന്നവനെ നോക്കാൻ സ്വല്പം പേടിയുണ്ടെങ്കിലും നാക്ക് വെറുതെ ഇരിക്കില്ലല്ലോ പെണ്ണിന്റെ. അവന്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും കേൾക്കാതെ വന്നതും അവൾ കണ്ണുകൾ ഉയർത്തി നോക്കിയതേ ആദ്യം നോട്ടമെത്തിയത് അവന്റെ നെഞ്ചിൽ പച്ചകുത്തി വെച്ചിരിക്കുന്നതിലായിരുന്നു. വിടർന്നു വന്ന അവളുടെ കണ്ണുകൾ കണ്ടതും ഉദ്ദേശിച്ച കാര്യം നടന്ന പോലെ ഒരു കള്ളച്ചിരി അവന്റെ ചുണ്ടിലും വിരിഞ്ഞു വന്നു. എന്നെ പടയോ വരച്ചു പൂട്ടിരിക്കേ, ഇതൊരു പൊണ്ണ് താനേ, യാറിന്ത പൊണ്ണ്? പാറു ഒന്നുകൂടെ അവന്റെ നെഞ്ചിലേക്ക് സൂക്ഷിച്ചു നോക്കി. പച്ചകുത്തിയതാണെങ്കിലും പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പാടാണല്ലോ. അവളുടെ നോട്ടം കണ്ട് ഈതൻ ഒന്നുകൂടെ നെഞ്ചൊക്കെ വിരിച്ച് കാണിച്ചു കൊടുത്തു. യാരുടെ ഇന്ത പൊണ്ണ്? ഓ, ഉനക്ക് വേറെയും പൊണ്ണുകൾ ഇരിക്കില്ല. എന്നിട്ടാണോടാ നീ എന്നോട് ഇപ്പിടി വിളയാടിയത്? അടുത്ത നിമിഷം പല്ലടിച്ച് പാറി ചീറിയതേ ഏതൻ കണ്ണു മിഴിച്ച് അവളെ നോക്കി. അല്ല, അത് നോക്കി ആരാണെന്ന് മനസ്സിലാക്കാനുള്ള സാവകാശമൊന്നും പെണ്ണ് കാണിച്ചില്ല. ഓഹ്, എന്റെ പൊട്ടിക്കാളി പാറുമേ, കണ്ണ് തുറന്ന് നോക്കടി, ഇതാരുടെ മോന്തയാണെന്ന്. പറയില്ല അവളുടെ മുഖം പിടിച്ച് അവൻ നെഞ്ചിലേക്ക് താഴ്ത്തിയത്. പാറുവിനെ കൈതട്ടി മാറ്റാൻ നോക്കിയെങ്കിൽ കഴിഞ്ഞില്ല. അടങ്ങി നിന്നും മര്യാദക്ക് നോക്കടി. അവന്റെ ശബ്ദം ഒന്നുകൂടെ ഉയർന്നു. ദേഷ്യപ്പെട്ടാണെങ്കിലും പാറു വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ മൂച്ചിതാൻ ഇപ്പടി? ആളെ മനസ്സിലായപ്പോൾ അവൾ അതിശയത്തോടെ കണ്ണുകളുയർത്തി അവനെ നോക്കി. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഉനക്കെന്നെ പൈത്യം പിടിച്ചിരിക്ക റാസ്കൽ, എന്നോട് ചെയ്തു വെച്ചിരിക്ക്. പാറു തലക്ക് കൈവച്ച് അവനെ നോക്കിയത് ചെക്കന്റെ മുഖം ചൊളിഞ്ഞു. ഇതൊന്നും അല്ലല്ലോ അവൻ പ്രതീക്ഷിച്ച്. പൈത്യം നിന്റെ എന്നെ കൊണ്ട് നല്ലൊന്നും വായിൽ പറയിപ്പിക്കുന്നു നീ. ഈ തിരുമോന്ന് എന്റെ ചങ്കിൽ തന്നെ കുത്തിവെച്ചിട്ടും എനിക്ക് ഇനിയൊന്നും മനസ്സിലായില്ലടി പൊട്ടിക്കാണി, എനിക്ക് നിന്നെ എന്തോരം ഇഷ്ടമാണെന്ന്. സാധാരണ കുറുമ്പോ കുസൃതിയൊന്നുമില്ലാതെ പറഞ്ഞു നിർത്തിയതേ പാറു ഒരു നിമിഷം അവനെ കണ്ണു മിഴിച്ചു നോക്കി. പ്രണയം നിറഞ്ഞ അവന്റെ നോട്ടം താങ്ങാനാവാതെ അടുത്ത നിമിഷം അവനിൽ നിന്ന് അവൾ കണ്ണുകൾ പറിച്ചു മാറ്റിയതേ എയ്തന്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി മാഞ്ഞിരുന്നു. എന്നാടി വണ്ണേ, വിശ്വാസമായില്ലേ നിനക്ക്? എന്റെ ഉള്ളിൽ നിറച്ച് നീയാടി, എൻ പൊണ്ടാട്ടി, എൻ മനൈവി, എൻ കാതലി, எல்லாமே நீதான். உன்னை பார்த்த பிறகு யாரையும் எனக்கு சுத்தமா பிடிக்கல. உன்னை பார்த்த பிறகு சத்தியம் எனக்கு தூக்கமே கிடையாது. தூக்கம் வந்தனா போலும் தூக்கத்துக்குள்ளே நீ வந்துடும். உன் சிரிப்பு, உன் அழகு, உன் கண்ணு, உன் மூக்கு, அதை விட தங்கமான உன் சிரிப்பு இதுக்கு முன்னாடி நான் பார்க்கவே இல்லை. இந்த மாதிரி அழகான சிரிப்பு. ചങ്കിൽ തൊട്ട് കുറുമ്പോടാൻ പറഞ്ഞു നിർത്തിയതും അവന്റെ ആ വാക്കുകളിൽ അറിയാത്തന പാറുവിന്റെ മനസ്സും ശരീരവും ഒന്ന് കുതിച്ച് ചാടാതിരുന്നില്ല. നീ ഇതെപ്പോ പണിട്ട് ഉന്മയിലെ ചൊല്ലടാ, ഇത് നിജമാ? എങ്കിലും കുതിച്ചാടിയ മനസ്സിനെ പെണ്ണ് അടക്കി നിർത്തി. ഒരു തേമ്പ് അങ്ങോട്ട് വെച്ചെന്നാലുണ്ടോടി, കണ്ണ് തുറന്ന് നോക്കേണ്ട കൊച്ചേ, ഇത് ഒറിജിനലാ. 2-3 വർഷം മുന്നേ ചങ്കി കയറിക്കൂടി എന്റെ പെണ്ണിനെ ഞാൻ അന്നേ വരച്ചു വെച്ചാ ഇവിടെ. പക്ഷെ എന്നാ ചെയ്യാൻ, നിന്നെ കാണിക്കാനുള്ള യോഗ എനിക്കുണ്ടായില്ല. അതിനിപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. കണ്ണിറിക്കാവൻ പറഞ്ഞു നിർത്തിയതേ ഒരു നിമിഷം അവന് മുന്നിൽ വാക്കുകൾക്ക് ക്ഷാമം വന്ന പോലെ പാറു അനക്കമറ്റി നിന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത് എന്നാന്നിപ്പാ പാറുകൊച്ചേ, ഇങ്ങ് വാടി. എന്നിട്ട് ഈ ചായന ഇറുകെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതായോ. നിനക്ക് വേണ്ടി ഇത്രയൊക്കെ വേദന സഹിച്ചില്ലടി ഞാൻ. അതിനൊരുമ്മ, ഒരേ ഒരു ഉമ്മ. കൊഞ്ചിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞതും അത്ര നേരം പരിഭ്രമത്തോട് നിന്നവളുടെ മുഖം മാറി. അവൾ കണ്ണുരുട്ടി അവനെ നോക്കി. അയ്യടാ, ഉമ്മ പോലും ഇപ്പൊ തരുന്ന, നീ പാത്തിക്കിട്ട് നില്ല്. എന്നോട് ഞാൻ சொன்னேன், എന്നോട് മൂഞ്ചി വന്ന് നെഞ്ചിൽ കുത്തിവെക്കാൻ. എനിക്ക് ഉന്നെ പിടിക്കവേ പിടിക്കാതെ. പിടിക്കും, അങ്ങനെ വേണം പറയാൻ. വെറുതെ നിന്ന് വളവള പറയാതെ ഇങ്ങ് വാടി കൊണ്ടാട്ടി. നിനക്ക് ഉമ്മ തരാൻ പറ്റിയില്ലെങ്കിലേ ഞാൻ തന്നോളാം. നീ അത് 2 കൈ നീട്ടി വാങ്ങിച്ചാ മതി. വാടിയുടെ പറയിൽ അവളെ വലിച്ചവൻ നെഞ്ചിലേക്കിട്ടതേ പാറു കുതിരിപ്പിടഞ്ഞു. അവന് നെഞ്ചിൽ തങ്ങി നിരുന്ന ഈർപ്പഞ്ഞൊടിയിൽ അവിടെ മാറിലേക്ക് അരിച്ചിറങ്ങിയതും പാറുവിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. വേന ഇതൻ സുമ്മരി, ഉനക്ക് വെക്കമേ കിടയാതാ.
നഗ്നമായ അവനെ നെഞ്ചിൽ പിടിച്ച് അവൾ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും ചെക്കൻ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. അതിനുള്ള ഉത്തരം നിനക്ക് ഞാൻ മുന്നേ തന്നല്ലടി കൊച്ചേ. നിന്റെ മുന്നിൽ ഞാൻ എന്നാത്തിനാടി നാണിക്കുന്നേ? പറയിൽ അവളുടെ താടിത്തുമ്പിലായി അവനൊരു കുഞ്ഞു കടി കൊടുത്തു. പാറു പെട്ടെന്ന് മുഖം തിരിച്ച്. എന്നാ സോഫ്റ്റ് ആൻഡ് പാറു, നീ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കാൻ എൻ്റെ കൈ തരിക വേണ്ടേ? പറയുന്നതിനൊപ്പം ധാവണിക്കിടയിലൂടെ അവന്റെ നനുത്ത കരങ്ങൾ അവളുടെ അണിവയറിന്റെ ചൂടിലേക്ക് മുങ്ങി താഴ്ന്നിരുന്നു. അവന് നീക്കത്തിൽ പാറുവിന്റെ കൈകൾ അവന്റെ തോളിൽ അമർന്നതിനൊപ്പം പെരുവിരൽ കുത്തി അവളൊന്ന് ഉയർന്നുപോയി. പ്ലീസ് വിട്ടും കടാ. വയറിൽ പരതി നടക്കുന്ന അവന്റെ കൈ പിടിച്ചു വെക്കുന്നതിനൊപ്പം അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. നിന്റെ വേലയൊക്കെ കയ്യിൽ വെച്ചാൽ മതി മോളെ, ഉമ്മ കിട്ടാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. കരയുമ്പോൾ അവൻ തന്നെ എന്തായാലും വിടുമെന്ന ഉദ്ദേശത്തിലാണ് അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കിയത്. പക്ഷേ ചെക്കൻ കണ്ടുപിടിച്ചു. വേനായിതൻ തല രണ്ടു വശത്തേക്കും ചലിപ്പിച്ച് അവൾ പിന്നോട്ട് ആഞ്ഞതേ. എനിക്ക് വേണമല്ലോ ഒരെണ്ണം മതിയടി, വേഗം താ. കുസൃതിയോടെ പറയലും അവൻ അവൾക്ക് നേരെ മുഖം അടുപ്പിച്ചു കൊണ്ടിരുന്നു. ഉമ്മ കൊടുക്കുവോ? കൊടുക്കില്ലേ? കൊടുക്കാതെ ഇവിടെ പോവാനാ. നാളെ കാണാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.